തമിഴ്നാട്ടിലെ 6 രാജ്യസഭാ സീറ്റുകളിലേക്ക് ജൂണിൽ തെരഞ്ഞെടുപ്പ്. കമൽ ഇനി ഡൽഹിയിലേക്ക്. തെന്നിന്ത്യൻ സൂപ്പർ താരം കമൽഹാസന്റെ രാജ്യസഭാ പ്രവേശനത്തിന് കളമൊരുങ്ങുന്നു. തമിഴ്നാട്ടിൽ നിന്നുള്ള 6 അംഗങ്ങളുടേതടക്കം രാജ്യസഭയിലെ 8 ഒഴിവുകളിലേക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ഇതോടെ രാഷ്ട്രീയ പാർട്ടി രൂപീകരണത്തിന് ശേഷം കമൽഹാസന്റെ രാഷ്ട്രീയ കരിയറിലെ ഏറ്റവും വലിയ വർഷമായി 2025 മാറുകയാണ്. DMK നേതൃത്വം നൽകുന്ന മുന്നണിയിൽ നിന്ന് 4 പേർക്ക് ഇക്കുറി രാജ്യസഭാംഗമാകാം. അതിൽ ഒരു സീറ്റ് കമൽഹാസന് നൽകാമെന്നാണ് ധാരണ. മുഖ്യമന്ത്രിയെയും മകളെയും കേൾക്കണമെന്ന് ഹൈക്കോടതി. മാസപ്പടി കേസിൽ എതിർ സത്യവാങ്മൂലം സമർപ്പിക്കുവാൻ നിർദ്ദേശം. മാസപ്പടി കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുള്ള ഹർജിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, മകൾ വീണ വിജയൻ തുടങ്ങിയ എല്ലാ എതിർകക്ഷികളെയും കേൾക്കണമെന്ന് ഹൈക്കോടതി. മുഖ്യമന്ത്രി, മകൾ വീണ, വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് കമ്പനി, കരിമണൽ കമ്പനിയായ CMRL തുടങ്ങി എല്ലാ എതിർകക്ഷികളോടും എതിർ സത്യവാങ്മൂലം സമർപ്പിക്കുവാനും ചീഫ് ജസ്റ്റിസ് നിതിൻ ജംദാൽ, ജസ്റ്റിസ് ബസന്ത് ബലാജി എന്നിവരുടെ ബെഞ്ച് നിർദ്ദേശിച്ചു. യുക്രൈന്റെ അതിർത്തി ഗ്രാമങ്ങൾ പിടിച്ചെടുത്ത് റഷ്യ. ബഫർ സോൺ സൃഷ്ടിക്കുക ലക്ഷ്യം. യുക്രൈനിലെ 4 അതിർത്തി ഗ്രാമങ്ങൾ റഷ്യൻ സേന പിടിച്ചെടുത്തതായി യുദ്ധം നടക്കുന്ന സുമി മേഖലയിലെ ഗവർണർ ഒലെ റിഹോവോ. നൊവെങ്കെ, ബാസിവ്ക, വസലിവ്ക, സുരവ്ക തുടങ്ങിയ ഗ്രാമങ്ങളാണ് റഷ്യ പിടിച്ചെടുത്തത്. യുക്രൈനുള്ളിൽ ബഫർ സോൺ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് റഷ്യൻ നീക്കം. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി സ്ഥിരമായി റഷ്യൻ ആക്രമണം നേരിടുന്ന ഗ്രാമങ്ങളായിരുന്നു ഇത്. രൂപയെ രാജ്യാന്തര കറൻസിയാക്കുവാൻ നീക്കം. അയൽ രാജ്യങ്ങൾക്ക് രൂപയിൽ വായ്പ ലഭ്യമാക്കും. അനുമതി തേടി RBI. രൂപയെ രാജ്യാന്തര കറൻസിയാക്കുന്നത് ലക്ഷ്യമിട്ട് അയൽ രാജ്യങ്ങളിൽ രൂപയിൽ വായ്പ അനുവദിക്കുന്നതിനുള്ള നീക്കവുമായി RBI. ഇന്ത്യൻ ബാങ്കുകൾക്ക് അതത് രാജ്യങ്ങളിലെ ശാഖകൾ വഴി അവിടുത്തെ ഉപഭോക്താക്കൾക്ക് രൂപയിൽ വായ്പ അനുവദിക്കുന്നതിന് RBI കേന്ദ്രാനുമതി തേടി. ഇതാദ്യമായാണ് വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യൻ രൂപയിൽ വായ്പ ലഭ്യമാക്കുന്നതിനുള്ള ആലോചനകൾ നടക്കുന്നത്. വ്യാപാരത്തിനായി രൂപയുടെ സ്വീകാര്യതയും ഉപയോഗവും പ്രോത്സാഹിപ്പിക്കുകയാണ് ഈ നീക്കത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ഇന്ത്യക്കാരുടെ മെയിലുകൾ തുറക്കാറില്ല, അവ സ്പാമായാണ് കാണുന്നത്. വിവാദ പരാമർശവുമായി ന്യൂസിലൻഡ് മന്ത്രി. കുടിയേറ്റം സംബന്ധിച്ച വിവരങ്ങൾ ചോദിച്ചുകൊണ്ട് ഇന്ത്യക്കാർ അയക്കുന്ന ഇമെയിലുകൾ തുറന്നു നോക്കാറില്ലെന്നും അവയെ സ്പാമായാണ് പരിഗണിക്കുന്നതെന്നും ന്യൂസിലൻഡ് ഇമിഗ്രേഷൻ മന്ത്രി എറിക്ക സ്റ്റാൻഫോർഡ്. ഔദ്യോഗിക ഇമെയിലുകൾ പേഴ്സണൽ മെയിലിലേക്ക് ഫോർവേഡ് ചെയ്ത് പരിശോധിക്കാറുണ്ടെന്ന് എറിക്ക അടുത്തിടെ നടത്തിയ വെളിപ്പെടുത്തൽ വിവാദമായിരുന്നു. ഇത് സംബന്ധിച്ച ചോദ്യത്തിന് പാർലമെന്റിൽ മറുപടി പറയുമ്പോഴായിരുന്നു ഇന്ത്യക്കാരെ മൊത്തമായി ആക്ഷേപിച്ച മന്ത്രിയുടെ പരാമർശം.